എരിപ്പാൻ അയക്കുമല്ലേ. നമ്മളോട് കൂടി ഒരു കാര്യസ്ഥനുണ്ട്. ആ കാര്യസ്ഥനാരാ? പരിശുദ്ധാത്മാവ്. അപ്പൊ ദൈവം എത്ര സ്നേഹമുള്ള കർത്താവാണ്. കർത്താവ് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു പോകുമ്പോഴും നമ്മുടെ അവസ്ഥ അറിഞ്ഞിട്ട് നമ്മുടെ കൂടെ ഇരിക്കാൻ ഒരാളെ, അത് വേറെ ആരുമല്ല, ദൈവം തന്നെ നമ്മളോടുകൂടെ വസിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടു അല്ലെ. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അല്ലെ. അങ്ങനെയാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ദൈവം നമ്മളോട് കൂടെ വസിക്കാൻ കാണിച്ചത് എത്ര വലിയ കൃപയാണ്. അതറിഞ്ഞ പൗലോസാ പറയുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്കൊരു ദൂതനെ തന്നു. അത് ഏത് ദൂതനാ? സാത്താന്റെ ദൂതനാ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്തിനാ സാത്താന്റെ ദൂതനെ കൊടുത്തത്? ദൈവം പറഞ്ഞു, എന്റെ ദൂതനാണ് ഒരല്പം കരുണയൊക്കെ കാണിക്കും. സാത്താൻ എന്തില്ല? ഒരു കരുണയും ഇല്ല. ഇയ്യോബിനെ ഒന്ന് അനുവദിച്ചപ്പോ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയും വല്ലാതെ അങ്ങ് ബാധിച്ചു എന്ന് പറഞ്ഞ. എന്നാൽ ദാവീദ് പാപം ചെയ്തതിന് ശേഷം ദാവീദിനെ കൊണ്ടുപോകുന്നൊരു കാര്യമുണ്ട് അല്ലെ. ആ യാഗം കഴിക്കാൻ വേണ്ടി ഒർന്നാന്റെ കളത്തിൽ ചെല്ലുമ്പോൾ ആ സംഹാരദൂതനൊക്കെ വന്നു നിന്ന സമയത്താണല്ലോ 1,85,000 പേരെ സംഹരിക്കാൻ ഒരു രാത്രി ഒരു ദൂതന് മതിയായിരുന്നു. എന്നിട്ടും 3 ദിവസവും ഇസ്രായേലിൽ ഇറങ്ങിയിട്ടും 70,000 പേരെ മാത്രം സംഹരിച്ച ദൈവത്തിന്റെ കരുണ എത്ര വലുതാ. സ്തോത്രം. അങ്ങനെയാണ്. ഒന്ന് ഓർത്ത് നോക്കുക, നമ്മൾ തെറ്റ് ചെയ്താലും കരുണയോടെ ദൈവം ശിക്ഷിക്കില്ല. ആ കൃപയോർത്തൽ എത്ര ഇതല്ലേ. പൗലോസ് പറയുക, എന്നിട്ട് അവൻ പൗലോസ് പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ ഈ ശൂലം ഒന്ന് മാറ്റി തന്നെ. കർത്താവ് പറഞ്ഞു, വേണ്ട, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിന്റെ കൃപയാണ്. നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ തരത്തിൽപ്പെട്ട ബലഹീനതയുണ്ട്. എന്നാൽ അതിനൊക്കെ തൊയ്ക്കുകയും ദൈവത്തിന്റെ കൃപ ഇറങ്ങി വന്നു. ആ ദൈവത്തിന്റെ കൃപയെ പ്രകീർത്തിക്കുന്ന വല്ല കൃപ എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായ ഒരു തമിഴ് ഗാനം ബ്രദർ ടൈറ്റസ് ദൈവനാമഹോദന്റെ ആലപിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കരങ്ങളടിച്ചുകൊണ്ട് പാടി കർത്താവിന്റെ മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ കൃപയാണ് നമ്മളെ താങ്ങി നടത്തുന്നത്. ഒരു ചോദ്യം നിങ്ങളോടെല്ലാവരും ചോദിക്കുക, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഒന്ന് കരങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അത് ആഗ്രഹമുള്ള കാര്യമാണ്. ഒരു കഥ ഞാനിങ്ങനെ കേട്ടു, വായിക്കാതെ തീർന്നുണ്ട്. കേട്ടു എന്നല്ല, വായിക്കാതെ തീർന്നുണ്ട്. അതിനകത്ത് ഒരച്ഛൻ ഇതുപോലെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുക. അച്ഛൻ ഇങ്ങനെ ചോദിച്ചു എല്ലാവരോടും, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും പോകണം. ഒരാളുമില്ല. അദ്ദേഹം തന്റെ പ്രസംഗം തുടർന്നു. ആ ചോദ്യം ചോദിച്ച് എല്ലാവരും ഉത്തരവൊക്കെ പറഞ്ഞ് പ്രസംഗം തുടർന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, സ്വർഗത്തിൽ പോകാൻ ഈ അരമണിക്കൂറിനുള്ളിൽ താല്പര്യമുള്ള എത്ര പേരുണ്ട്?